ഒന്ന് വന്നിങ്ങേ. ഒന്ന് പൊക്കോട്ടെ. റെഡി ഒന്ന് മാറിയേ. അടിച്ച് ഫിറ്റായി കൂളിംഗ് ഗ്ലാസും വെച്ചാ. അയ്യോ പാവം. നല്ല ഫിറ്റാ അല്ലേ? ഹലോ, നല്ല ഫിറ്റാ അല്ലേ? താനല്ല മുതലാളിതാ. താനിത് എവിടെ പോയി കിടക്കുകയായിരുന്നോ ഇപ്പച്ചോ? ഇവരല്ലേ കുറച്ചു മുമ്പ് തന്നെ കൊല്ലുന്ന് പറഞ്ഞ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ. അയ്യോ അതൊക്കെ പണ്ട്. ഈ സാഹിബിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നൊക്കെ പറയല്ലേ. ഇപ്പൊ അവര് ഭയങ്കര ജോളിയാന്ന്. ഞാൻ അറിയാണ്ട് ഫിറ്റ്. നേരെ ഇരുന്നേ കുടിച്ചൊരുമാതിരി ചുമ. പോണോരെ കാണാ. ഇത് എന്തൊരു ഏർപ്പാടായി പച്ച. ഗെറ്റപ്പ് മാൻ. മൂക്കറ്റം വലിച്ചു കയറ്റിയാൽ മാത്രം പോരാ, നമ്മൾ ആക്റ്റീവ് ആക്കണം, ആരോഗ്യം നോക്കണം. വാ കടപ്പുറത്ത് വരണ്ട് ചാട്ടം ചാടാ. കാമോ വരൂ. സാറ് പോയിക്കോ, ഞങ്ങൾ കൊണ്ടുവരാം. കൊണ്ടുവരുവോ? വരണേ. വരും. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മുതലാളിക്ക് വേണ്ടി ഞാൻ ഇന്നും തേങ്ങ അടിച്ചു. അതുകൊണ്ട് ഈ പരുവത്തിലായി. ഓ എന്തൊരു ഗമയാ. ഞാൻ പോവാ. അധിക നേരെ ഇവിടെ ഇരുന്ന പ്രശ്നോ. എന്തൊരു നെറികേടത്. ഞാൻ 10 ഇതുവരെ വിഴുങ്ങി, പക്ഷെ ക്ലച്ച് പിടിക്കുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. മുതലാളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? ഡോക്ടർ പൊതയൻ വിളിക്കുന്നു. ഡോക്ടർ പൊതേനോ? ഞാൻ അദ്ദേഹത്തിന്റെ പേഷ്യന്റാ. തലക്കാണോ? അല്ല, ഹാർട്ടിനാ. ഭാഗ്യം. അത് ഈ കോക്ടോയിൽ അടിച്ച് ക്രോപ്ടോയിലായി പോയി. എന്താ ചെയ്യാ? ഇതുവരെ ആർക്കും ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്ന മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ഇല്ല, നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. അഥവാ പോയാലും നമ്മൾ രക്ഷപ്പെടില്ല. ഈ പച്ച മരിച്ച വിവരം പുറത്തറിയുമ്പോൾ ഇവിടുന്ന് മുങ്ങിയെന്ന ഒറ്റ കാരണം മതി, നമ്മൾ 3 പേരും ആത്താവും. ഇത്തരം സന്ദർഭങ്ങളിൽ ധൈര്യം കൈവിടരുത്. ആലോചിച്ചുള്ള പ്രവൃത്തിയും ബുദ്ധിയും, അതാണ് ഇപ്പോൾ ആവശ്യം. മോനായി, നമുക്കിത് വെച്ചൊരു കളി കളിക്കണം. എന്ത്? മരിച്ചുപോയ ഈ പച്ച മുതലാളിയെ വെച്ച് ജീവനുള്ള ഈ പച്ചനായി കളിക്കണം. മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ കൊന്നവരെ വീണ്ടും വരും. എന്തിന്? വീണ്ടും കൊല്ലാൻ. അവരാരാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കൈവിട്ട കളിയാ. ഇതൊക്കെ നടക്കൂ? നടക്കും. എവിടെയായിരുന്നു? ഞാൻ എവിടേക്ക് തിരക്കെന്നറിയോ? ഞാൻ വിചാരിച്ചു ഒരു യാത്ര പോലും പറയാതെ മായ എങ്ങ് മുങ്ങിന്ന്. ഒരു മിനിറ്റ്, മുതലാളിയോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ അയ്യോ, യാത്രയൊക്കെ നമുക്ക് പിന്നെ പറയാം. പിന്നെ മായോട് എനിക്കൊരു കാര്യം പറയാനുണ്ടോ? ഒന്ന് വരുമോ? വരാന്നേ, ഒന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പൊ വരാം. അയ്യോ, അത് ശരിയാവില്ല. മുതലാളി ഇപ്പൊ കാണണ്ട, പ്രശ്ന. നോക്കിയേ എന്താ കോലൊന്നും. ആരൊക്കെ വന്നിരിക്കുന്നു നോക്കിയേ. നോക്കുക. കണ്ടില്ലേ അമ്മേ, ബർത്ത്ഡേ ആഘോഷ. ഇതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ കണ്ടാൽ ശരിയാവില്ല. ഒരിടം തരുമോ? എക്സ്ക്യൂസ് മീ, എന്റെ കാലന് വരുന്നു, ഞാൻ ഇപ്പൊ വരാം. ഗാന്ധിജി, എന്താ ഉപ്പ് സത്യാഗ്രഹം? എന്തോ ശാന്തി നികേതൻ, എന്തോ അടക്കച്ചൻ. ധാരാളം വേക്കൻസി ഉണ്ടല്ലോ, എനിക്കൊരു കൊച്ചു വേക്കൻസി തരൂ പ്ലീസ്. ഹലോ ഹലോ മൈ ഡിയർ മരുമോൻ. വിളിക്കാത്ത പാർട്ടിക്ക് വരണ്ട വരണ്ട എന്ന് പലവട്ടം തീരുമാനിച്ചതാണ്. പക്ഷേ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പൊ തന്നെ ഈപ്പച്ചനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. അയ്യോ ഇപ്പൊ വേണ്ട, കുഴപ്പം. അത് ഈപ്പച്ചൻ അല്ല, അപ്പച്ചൻ ഫിറ്റ് ആയിരിക്കാം, അതുകൊണ്ടാ. ഓ ഫിറ്റ് തന്നെ. അയ്യോ, എങ്കിൽ പിന്നെ ഇപ്പൊ സംസാരിക്കണ്ട. ഇപ്പൊ സംസാരിച്ച ഒട്ടും ശരിയാവില്ല. അങ്കിൾ വന്നേ, ആന്റിയും വാ, ആന്റിയും വാ. വാ 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 വാ. സൈഡ് പ്ലീസ്. വേക്കൻസി പ്ലീസ് പ്ലീസ് പ്ലീസ്. ശത്രുക്കൾ തിരിച്ചുപോയി. മോനെ, ഇങ്ങനെ ഇനി ഇവിടെ ഇരുത്തി ഒട്ടും ശരിയാവില്ല. ഓരോരുത്തർ വന്ന് തൊട്ടും പിടിച്ചും കൊളവാക്കുന്നതിന് മുമ്പ് മുകളിലേക്ക് കൊണ്ടുപോകാം. അവിടെ സേഫ്. ആ സേഫ് കുത്തി തുറന്ന് അതിനകത്തുള്ളതെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് മുതലാളിയെ നമുക്ക് അതിനകത്തേക്ക് കുത്തി കയറ്റാം. അതാണ് കൂടുതൽ സേഫ്. എന്താ മുതലാളി, മുകളിലോട്ട് പോണോ? പോണെന്ന്. വാ
വാ. One way ticket. ഒരു ഫോട്ടോ എടുക്കാമോ? താങ്ക് യു. കൊച്ചമ്മണി, കൊച്ചമ്മണി, പൊട്ടി പൊട്ടി പൊട്ടി. എന്താ എന്നെ വിളിച്ചത്? എന്റെ കെട്ടിയോനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്നെ പൊട്ടിന്ന് വിളിച്ചു. അയ്യോ, പൊട്ടി എന്ന് പറഞ്ഞ കൊച്ചമ്മണിയിലല്ല, മുതലാളിയുടെ ബെൽറ്റ് പൊട്ടി, കാപ്ലിങ് ഹുക്കും പൊട്ടി. ഒരു ഗ്ലാസ് മോര് കേട്ടോ, മോര് മോര്. മോരെന്തിനാ? മോരെന്തിനാ? മോരെന്തിനാണെന്നോ? പാർട്ടിക്കിടെ ഓടി നടന്ന് കുടിച്ചു. അത് കഴിഞ്ഞ് ഒറ്റക്കിരുന്ന് കുടിച്ചു. പിന്നെ അവസാനം ആ പിള്ളേരുമായി കൂട്ടം കൂടി കുടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കുടിപ്പിച്ച് മുതലാളിനെ കിടത്തി. നീ കുറച്ച് ശരിയാക്കി കൂട്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടീ പോണേ? എന്റെ അമ്മായപ്പനെയും കൂടി ഉണ്ണിയെ കടപ്പുറത്തേക്ക് പോയിരിക്കുക. ഞാനിപ്പോ പോയില്ലെങ്കിൽ പ്രശ്നമാ. मार गया साला. നട്ടോറജി, ചെറിയൊരു സംശയം. പൂച്ചോ? പൂച്ചോന്നേ? ഓ, എന്നെ ഇപ്പൊ പുച്ഛമായി തുടങ്ങിയോ? അല്ല, ഇത്ര പെട്ടെന്ന് ഈ പച്ചനെ എങ്ങനെയാ കൊന്നേ? വെരി വെരി സിമ്പിൾ ഹേ. ഞാൻ വിചാരിച്ച പോലെ കോംപ്ലിക്കേഷൻസ് ഇല്ലായിരുന്നു ഹേ. യേ കാം ബഹുത് ആസന ഹേ ഹേ ഹേ. ആസനം? ഛേ, ഇയാള് വൃത്തികേട് പറയാൻ തുടങ്ങിയോ? ഏയ്, കൊല്ലാൻ വന്നു, കൊന്നു. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഹരയോ തമ്പി. കരയാനോ? ഞാനെന്തിനാ കരയുന്നേ? കൊല്ലാൻ വേണ്ടിട്ട് ഞാൻ തന്നെ കരയാനോ? കരയുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ മിസ്റ്റർ തമ്പി, മേരാ പൈസ ദീജിയേ. എന്തോ? മേരാ 5 लाख रुपया ദീജിയേ. എന്റെ 5 ലക്ഷം രൂപ തരൂ. എന്തിനാ? ആളെ കൊന്നതിനെ. കൊന്നെന്ന് താൻ പറഞ്ഞാ മതിയോ? ചത്തോന്ന് ഞാൻ അറിയട്ടെ? ക്യാ ബോൾതാ ഹൈ തും? ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്നു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവൻ ചത്ത വിവരം ആരെങ്കിലും കണ്ടു കാണുകയില്ലേ? കാണും, കണ്ടിരിക്കും. കാണുമെങ്കിൽ അവൻ ചത്ത വിവരം ആദ്യം അറിയുന്നത് ഞാനായിരിക്കുവേ. നോക്ക്, ഇത് വെച്ച് തൂത്തോട് ഞാൻ എത്ര നേരം ഇറക്കണു. ഇങ്ങോട്ട് ആരും വിളിച്ചില്ലല്ലോ. അതെ, അവൻ ചത്ത വിവരം ഞാൻ നേരിട്ടറിയാതെ കാശ് തരുന്ന പ്രശ്നമേ ഇല്ല. എന്നാൽ എനിക്ക് പ്രശ്നമുണ്ട്. തട്ടാനായി ജനിച്ച എന്റെ മനസ്സിന്റെ തട്ടലും മുട്ടലും തനിക്ക് മനസ്സിലാവില്ലടോ. തുംകോ നഹി 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 മാലൂം. കാശ് ദീജിയേ, കാശ് ദീജിയേ, എടാ കാശ് ദീജിയേ. മലയാളത്തിലല്ലേ പറഞ്ഞ കാശ് തരാൻ? മനുഷ്യൻ മുള്ള നിൽക്കുമ്പോഴാ കാശ് താ കാശ് താന്ന്. झूठ नहीं बोलना. താൻ മുള്ളാൻ നിൽക്കുമ്പോ എപ്പോഴെങ്കിലും ഞാൻ കാശ് ചോദിച്ചിട്ടുണ്ടോ? ഇതെന്തൊരു നാശമാ. കാശ് ഇപ്പൊ തരുന്നില്ല. താൻ എന്ത് ചെയ്യും? തും ചോർ ഹും, ചോർ ചോർ. അതെ അതെ, വന്ന് കയറിയപ്പത്തോട്ട് തുടങ്ങിയതാ ചോർ ചോർന്ന്. അത് അണ്ണാക്കിയും തിറങ്ങുന്നതിന് മുമ്പേ ചപ്പാത്തി ചപ്പാത്തിന്ന് കൂടുതൽ കിടന്ന് വളരെയാണല്ലോ. കുറ്റത്തിരുത്തരും പറഞ്ഞേക്കാം. കുറ്റൊന്നും തീർത്തരണ്ട. അതൊക്കെ ബോംബെയിലേക്ക് ഉണ്ടാവും, വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലത്തെ കമ്മല തീർത്തരുമോ? ഒറ്റ കീഴ് വെച്ചതാണല്ലോ. മര്യാദ കടങ്ങി കിടന്നു. നാശം. ഓ